ഏറ്റവും വലിയ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ടുള്ള, അഴിമതിക്ക് കൂട്ടുനിന്നിട്ടുള്ള, ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ്റെ ആത്മഹത്യക്ക് വഴിതെളിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള മുഴുവൻ ആളുകൾക്കുമാണ് ഇടതുപക്ഷം സീറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിൽ സീറ്റ് കൊടുക്കാൻ സാധിക്കും. അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. എറണാകുളത്തിൻ്റെ MP എന്ന നിലയിൽ എന്തൊക്കെയാണ് UDFിൻ്റെ ഒരു സാധ്യതകൾ കാണുന്നത്? എറണാകുളം നമ്മളിപ്പോൾ രണ്ടാം വട്ടം പ്രതിപക്ഷത്തിരിക്കുമ്പോഴും 14-9 സീറ്റുകളാണ് UDF ഈ ജില്ലയിൽ വിജയിച്ചത്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ഇതേ ജില്ലയിൽ നിന്നും എൻ്റെ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നുമാണ്. അപ്പോൾ UDFന് എക്കാലത്തും വലിയ ശക്തമായ പിന്തുണ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെല്ലാം വലിയ മുൻതൂക്കം ലഭിച്ചിട്ടുള്ളൊരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളൊരു വലിയ മാറ്റം ആഗ്രഹിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFനും വ്യക്തമായ ഭൂരിപക്ഷം, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 14 സീറ്റും എറണാകുളം ജില്ല ഇത്തവണ UDFനെ വിജയിപ്പിക്കുമെന്നാണ്. അതിന് വേണ്ടുന്ന ചിട്ടവട്ടങ്ങളും പ്രവർത്തനങ്ങളും ഞങ്ങൾ മുൻകൂട്ടി തന്നെ നടത്തിയിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ ലഭിക്കുന്നത്. ഇത്തവണ എത്ര സീറ്റ് കിട്ടുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? കാരണം 100 സീറ്റ് എന്നുള്ള ഒരു അവകാശവാദം UDF ഓൾറെഡി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പ്രായോഗികമാണോ? അല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്നൊരു പൊളിറ്റിക്കൽ വേവ്, ഒരു ശക്തമായ ആൻറ്റി ഇൻകംബൻസി. ഈ സർക്കാരിനെതിരെയുള്ള ജനരോക്ഷം വളരെ പ്രകടമാണ്. നമ്മൾ താഴെത്തട്ടിലുള്ള ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോഴും ആരോഗ്യമേഖലയിലെ തകർച്ചയാണെങ്കിലും പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളിലും സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. രണ്ടാം പിണറായി സർക്കാർ എന്നുള്ള ഒരു കാഴ്ചപ്പാടിന് ശേഷം മൂന്നാമത്തെ ഒരു പിണറായി സർക്കാരിനെയും കൂടി, പ്രത്യേകിച്ച് സർക്കാരുടെ PRD ക്യാമ്പയിൻസിലെല്ലാം പറയുന്ന എന്താ പറയുക, ആ ഒരു എഫക്റ്റ് ജനങ്ങൾക്ക് അത് സ്വീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആ മൂന്നാം പിണറായി സർക്കാർ എന്ന ഭീതിജനകമായ അന്തരീക്ഷത്തിലേക്ക് കേരളം വോട്ട് ചെയ്യില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നവരുടെ വികസന അജണ്ട കാണിച്ചുകൊണ്ടാണ്. റോഡുകളാണെങ്കിലും പാലങ്ങളാണെങ്കിലും അത്തരത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ നേരിൽ കാണാം. അതുപോലെ തന്നെ വയനാട്ടിലെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ, ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുക, അല്ലെ ഇതിനെ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും? അല്ല, വയനാട്ടിലെ പുനരധിവാസം എന്ന് പറയുന്നത് ഒരു കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിങ്ങൾ 2018 പ്രളയം എടുത്ത് നോക്കിയാലും എപ്പോഴെല്ലാം കേരളത്തിൽ ദുരിതപൂർണമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അവിടെ എല്ലാം ജനങ്ങൾ രാഷ്ട്രീയം മറന്നു. കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവാസികളും ലോകത്തിലെ മുഴുവൻ മലയാളികളും ആ ഒരു എഫേർട്ടിൻ്റെ പിന്നിലുണ്ട്. അതൊരു സർക്കാരിൻ്റെ വലിയ ക്രിയാത്മകമായ ഇടപെടലാണ് എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഈ ഒരു വികസനമെന്ന സങ്കല്പത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്? അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്നുള്ള ഒരു പരസ്യ ക്യാമ്പയിനെ മാറ്റി നിർത്തിയാൽ ആ ക്യാമ്പയിനെ യാഥാർത്ഥ്യമാക്കുന്ന എക്സ്ട്രീം പോവേർട്ടി എന്നുള്ള അത് എലിവേറ്റ് ചെയ്യാൻ കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ തന്നെ മാധ്യമം കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച വാർത്ത, പല ട്രൈബൽ ഏരിയാസിലും ജനങ്ങൾക്ക് ഇന്നും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ജീവിക്കുന്നു. പിന്നെ കൊച്ചി മെട്രോ റെയിൽ അടക്കമുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ പദ്ധതികളും വിഭാവനം ചെയ്തതും നടപ്പാക്കിയതും UDF സർക്കാരാണ്. ഇപ്പോൾ എറണാകുളം നിങ്ങൾ നോക്കിക്കോ, ഗോശ്രീ പാലങ്ങൾ, ദ്വീപ് സമൂഹങ്ങളെ ബന്ധപ്പെടുത്തിയ ഗോശ്രീ പാലങ്ങൾ ലീഡർ KK കരുണാകരൻ്റെ കാലഘട്ടത്തിൽ വന്നാണ്. ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, അതുപോലെ തന്നെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, ഇതെല്ലാം ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. പിറവിയെടുത്തതും പൂർത്തീകരിച്ചതുമായിട്ടുള്ള പദ്ധതികളാണ്. അപ്പോൾ വികസനത്തിന് യഥാർത്ഥത്തിൽ എതിര് നിന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അവർ വികസനത്തിൻ്റെ പേരിൽ വോട്ട് മേടിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ അപഹാസ്യമായ കാര്യമാണ്. ജനങ്ങൾക്ക് നന്മ ചെയ്ത കാര്യങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ കേരളം 10 വർഷം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരുപാട് മേഖലയിൽ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നിങ്ങൾ ആരോഗ്യ മേഖലയിലുള്ള അനാസ്ഥ നോക്കിക്കോ. സർക്കാർ ആശുപത്രികളിൽ പോയി മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം ഓരോ ജില്ലയിലും നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അപ്പോൾ ഇത് ജനങ്ങൾ അഴിമതിക്കെതിരെയുള്ള, സ്വജനപക്ഷപാതത്തിനെതിരെയുള്ള, ചെറുപ്പക്കാർക്ക് PSC റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള 1ാം റാങ്ക് കിട്ടിയ PSC റാങ്ക് ഹോൾഡർ ലിസ്റ്റിലുള്ള ആളുകൾക്ക് ജോലി കിട്ടിയിട്ടില്ല. അപ്പോൾ അവരെല്ലാം കേരളത്തിലെ പൊതുസമൂഹം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക. ഓക്കെ, നിങ്ങളുടെ പ്രതീക്ഷ പോലെ ഇപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറായാൽ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളടക്കം എന്തുകൊണ്ടാണ് ഇത്ര ഒരു തർക്കത്തിലേക്ക്? സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കമില്ല. ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പല മണ്ഡലങ്ങളിലുമുണ്ട്.
നമുക്കറിയാം ഇലക്ഷൻ പ്രഖ്യാപിച്ചത് വളരെ നേരത്തെയാണ്. ആ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രഖ്യാപനം പോലും ഒരു മാച്ച് ഫിക്സിംഗ് ആണോ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇലക്ഷൻ കമ്മീഷൻ്റെ ഇലക്ഷൻ പ്രഖ്യാപനം ബി ജെ പിയുടെയും CPIM-ൻ്റെയും സർക്കാരിൻ്റെയും പരസ്യ പ്രചരണങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ കാണുമ്പോൾ ആ ഇലക്ഷൻ ഡേറ്റ് പോലും ഫിക്സ്ഡ് ആണോ എന്ന് നമ്മൾ ചിലപ്പോൾ സംശയിച്ചു പോകുന്നതിൽ തെറ്റില്ല. പക്ഷെ ഞങ്ങളൊരു പ്രോസസ്സുണ്ട്. ഞങ്ങൾക്ക് ഡൽഹിയിലെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്. അതിന് മുമ്പ് ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട്. ആ പ്രോസസ്സിലൂടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നൽകണം എന്നുള്ളതേ ഉള്ളൂ. ചെറുപ്പക്കാരുടെയും പുതുമുഖങ്ങളുടെയും സ്ത്രീകളുടെയും ഒരു വലിയ ബ്ലെൻഡാണ്, പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളുടെ ഒരു ബ്ലെൻഡാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നത്. അതിൽ അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ ഭിന്നതകളുണ്ട്. പക്ഷെ ആ പുറത്തു വരുന്ന പേരുകൾ ഏറ്റവും മികച്ച പേരുകളാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് 2 ദിവസം കൂടുതൽ എടുത്തത്. അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തെയോ വിജയത്തെയോ ബാധിക്കും ഞങ്ങൾ കരുതുന്നില്ല. UDF-ന്റെ ഇത്തരം MLA-മാർ വിജയിച്ചു വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടുണ്ടാവാൻ സാധ്യതയുള്ളതാണ് മുഖ്യമന്ത്രി ആരാകും എന്നുള്ളൊരു തർക്കം. അത് ഇത്തവണയും അതിന് കഴിവുള്ള 3-4 പേരെങ്കിലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്താണേലും നമുക്കും ഇത്തവണയും പ്രതീക്ഷിക്കാം. എനിക്ക് അശോകിനോടുള്ള ഒരു മറുചോദ്യം, പിണറായി വിജയൻ അല്ലാതെ അടുത്ത ലൈൻ ഓഫ് ലീഡർഷിപ്പ് ആരാണ്? നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് 3-4 സ്ഥാനാർത്ഥികൾ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് സമ്മതിച്ചല്ലോ. പിണറായി വിജയന് ശേഷം ആര്? ശൈലജ ടീച്ചറെ മത്സരിപ്പിച്ച സീറ്റ് എന്ന് പറയുന്നത് അവരൊരു കാരണവശാലും ജയിക്കാൻ സാധ്യതയുള്ളൊരു സീറ്റല്ല, കണ്ണൂർ പോലെ ഒരു ജില്ലയായിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്താണ് ചെയ്തിരിക്കുന്നത്? കഴിഞ്ഞ തവണ 2 തവണ മത്സരിച്ചവർ മാറി നിൽക്കണം എന്ന് പറഞ്ഞു. എല്ലാ ആളുകളെയും, മന്ത്രിമാരായിട്ട് വന്ന മുഴുവൻ ആളുകളെയും ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകളായിരുന്നു. പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളെ ശൈലജ ടീച്ചർ പോലും മാറ്റി നിർത്തി. ഇപ്പോൾ പുതിയ നോംസാണ് വരുന്നത്. ഇപ്പോൾ ചില ആളുകളെ മാറ്റുന്നു, അനിവാര്യരായിട്ടുള്ള നിലനിർത്തുന്നു, ചില ആൾക്കാരുടെ സീറ്റ് മാറ്റുന്നു. ഷംസീർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ സ്പീക്കറായ യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് പോലും സീറ്റ് കൊടുത്തിട്ടില്ല. സീറ്റ് കൊടുത്തത് ആർക്കൊക്കെയാണ്? ഏറ്റവും വലിയ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ടുള്ള, അഴിമതിക്ക് കൂട്ടുനിന്നിട്ടുള്ള, ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ്റെ ആത്മഹത്യക്ക് വഴിതെളിച്ചിട്ടുള്ള, ഇങ്ങനെയുള്ള മുഴുവൻ ആളുകൾക്കുമാണ് ഇടതുപക്ഷം സീറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിൽ സീറ്റ് കൊടുക്കാൻ സാധിക്കും. അപ്പം ഞങ്ങൾ പറയുന്നത് ദർ ഇസ് എ ലാക്ക് ഓഫ് സെക്കൻഡ് ലെവൽ ലീഡർഷിപ്പ് ക്രൈസിസ് ഇൻ ദ CPIM-ൽ അതുണ്ട്, ഞങ്ങൾക്കതില്ല. ഞങ്ങളുടെ ഒരു സിസ്റ്റം, ഇപ്പോൾ നിങ്ങൾ കർണാടകയാണെങ്കിലും തെലുങ്കാനയാണെങ്കിലും ഇലക്ഷന് ശേഷം പാർലമെൻ്ററി പാർട്ടി കൂടി ആ പാർലമെൻ്ററി പാർട്ടി ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തും. ആ ഹൈക്കമാൻഡ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതാണ് ഞങ്ങളുടെ രീതി. ആ രീതി തന്നെ കേരളത്തിലും തുടരും. ഞങ്ങൾ ആരെയും മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാട്ടുന്നില്ലല്ലോ. CPM നിന്ന് ഒരുപാട് അസംതൃപ്തരായിട്ടുള്ള മനുഷ്യരെ, പുറത്തു വന്നിട്ടുള്ള ആളുകളെയൊക്കെ ഇത്തവണ UDF പിന്തുണയ്ക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? കാരണം കോൺഗ്രസിന് ഒട്ടേറെ യുവനേതാക്കളടക്കമുള്ള വളർന്നു വരുന്ന ആളുകളുണ്ട്, പരിചയസമ്പന്നരായ ആളുകൾ പാർട്ടിയിൽ തന്നെയുണ്ട്. എന്നിട്ടും CPM-ൽ നിന്നാണ് നിങ്ങൾ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. CPM-ൻ്റെ സംഘടനാ ശക്തി കൂടുതലായിട്ടുള്ള, പലപ്പോഴും കോൺഗ്രസും UDF-ഉം ജയിക്കാത്ത മണ്ഡലങ്ങളിൽ വളരെ അപൂർവമായി കാണാൻ കഴിയുന്നൊരു കാഴ്ചയാണ് CPM-ൻ്റെ ഉന്നതരായിട്ടുള്ള സുധാകരൻ്റെ സഹോദരൻ എന്ന് പറയുന്നത് CPM-ന് വേണ്ടി രക്തസാക്ഷിയായിട്ടുള്ള ഒരാളാണ്. അതുപോലെ സുധാകരനെ പോലുള്ള ഏറ്റവും കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് കേരളത്തിന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ പതിവിൽ നിന്ന് വിപരീതമായി ഒരുപാട് ആളുകൾ CPM-ൽ നിന്ന് വിട്ടുവരുന്നു. CPI-യിൽ നിന്ന് BJP-യിലേക്ക് പോകുന്നു, CPM-ൽ നിന്ന് BJP-ക്ക് പോകുന്നു. നമ്മൾ ഒരിക്കലും കേൾക്കാത്ത വാർത്തകളാണ്, കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളാണ്. അപ്പം അത് കോൺഗ്രസ്സിന് UDF-ന് എങ്ങനെ മുതൽക്കൂട്ടാക്കാൻ സാധിക്കും? അവരുടെ ജനപിന്തുണ, അവരുടെ സ്വീകാര്യത എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങളവരെ സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ നയം വ്യക്തമാക്കി അവർ പാർട്ടിയിൽ നിന്ന് വിട്ടുപോന്നു, രാജിവെച്ചു. അങ്ങനെ വന്ന ആളുകളെ കോൺഗ്രസ് സ്വീകരിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. അവിടുത്തെ ലീഡർഷിപ്പ് കൂടി, ലോക്കൽ ലീഡർഷിപ്പ് കൂടി അംഗീകരിച്ച ആളുകളെയാണ്. നമ്മളിപ്പോൾ CC മുകുന്ദൻ വന്നു, ഞങ്ങളുടെ പ്രാദേശിക ലീഡർഷിപ്പ് എതിരായിരുന്നു, ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല, അദ്ദേഹം BJP-യിലേക്ക് പോയി. അപ്പം ഞങ്ങൾ പ്രാദേശിക ലീഡർഷിപ്പിൻ്റെ കൂടി സ്വീകാര്യത മനസ്സിലാക്കി അവരുടെ കൂടി മനസ്സറിഞ്ഞതിന് ശേഷമേ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരാറ്. ഇപ്പോൾ BJP-യിലേക്ക് ആളുകൾ പോകുന്ന കാര്യം താങ്കൾ പറഞ്ഞു. കേരളത്തിൽ BJP-യുടെ വളർച്ച എത്രത്തോളം ഉണ്ട്? BJP-ക്ക് ഇത്തവണ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? അതൊരു പ്രധാന കാര്യം. താങ്കളുടെ ഈ എറണാകുളം മണ്ഡലത്തിൽ ഉൾപ്പെട്ട തൃപ്പൂണിത്തുറയിൽ തന്നെയാണ് BJP പുതിയതായി മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് BJP-ക്ക് ഒരു വളർച്ചയുണ്ട്? എങ്ങനെയാണ് കാണുന്നത്? അല്ല, തൃപ്പൂണിത്തുറയിലടക്കം BJP-യുടെ പല സ്ഥലങ്ങളിലും കേരളത്തെ എമ്പാടും BJP-യുടെ വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. BJP-യുടെ
രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വിഭജന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട്, വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വളർന്നു വന്നിട്ടുള്ള RSSനെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ പ്രത്യയശാസ്ത്രങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ്. ആ മൂവ്മെൻറ്റിൽ സ്വാഭാവികമായി അവർക്ക് വോട്ട് ഷെയറിൽ വളർച്ചയുണ്ടെന്ന് നമുക്ക് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. തൃപ്പൂണിത്തുറയിൽ അവർക്ക് ശക്തമായ RSS വേരോട്ടമുള്ള, BJPക്ക് സാന്നിധ്യമുള്ള ചുരുക്കം ചില എറണാകുളത്തെ മുനിസിപ്പാലിറ്റികളിൽ, പഞ്ചായത്തുകളിൽ ഒന്നാണ്. അതിൽ ഇത്തവണ കോൺഗ്രസിൻ്റെ സീറ്റുകളുടെ എണ്ണം കൂടി, CPMൻ്റെ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു. അവിടെയും വ്യക്തമായ ഭൂരിപക്ഷം BJPക്കില്ല. വളരെ വേഫർ തിൻ മെജോറിറ്റിയാണ് അവർക്കുള്ളത്. പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ ആശയം CPMനോട് യോജിക്കാത്തത് കൊണ്ട് ഞങ്ങൾ CPMുമായി കൈകോർക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കാതിരുന്നതാണ്. യഥാർത്ഥത്തിൽ BJPയെ മാറ്റി നിർത്തണമെങ്കിൽ അത് സാധിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഭൂരിപക്ഷമില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ ഭരണം കൈയാളണ്ട എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അങ്ങനെ വന്നു എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ഒരു അസംബ്ലി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ അല്ല യഥാർത്ഥത്തിലുള്ളത്. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഒരു ഭാഗമാണ്. മരട് മുനിസിപ്പാലിറ്റി വലിയ വ്യക്തമായ മേൽക്കൈയുള്ള UDFൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥലമാണ്. പഞ്ചായത്തുകൾ ഞങ്ങൾ ഉദയംപേരൂരും കുമ്പളവും എല്ലാം ഞങ്ങൾ വിജയിച്ച പഞ്ചായത്തുകളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്ക ഞങ്ങൾക്കില്ല. അങ്ങനെ അത് റിഫ്ലക്റ്റ് ചെയ്യും ഞങ്ങളുടെ ആശങ്കയിലില്ല. ഓഫ് കോഴ്സ് BJPക്ക് എറണാകുളം ജില്ലയിലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ഒന്ന് തൃപ്പൂണിത്തുറയാണ്. അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറയിൽ BJPക്ക് ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. BJPക്ക് ഒരു സ്ഥാനാർത്ഥി തൃപ്പൂണിത്തുറയിലില്ല. BJPയുടെ അകത്ത് തന്നെ വലിയ അമർഷമുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. BJPക്ക് വലിയ സ്വാധീനമുള്ളപ്പോൾ തന്നെയാണ് ഒരു 2020 പാർട്ടി എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ചുരുക്കത്തിൽ മധ്യ കേരളത്തിൽ ശക്തി പ്രാപിക്കാൻ ആവശ്യമായ BDJS BJPക്ക് ഇപ്പോൾ ഉണ്ട്. അതിനൊപ്പം 2020യും കൂടെ എറണാകുളം കേന്ദ്രീകരിച്ച് അവർ മത്സരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആശയം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നോൺ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് വന്നതാണ്. അതായത് ഏർബൻ ഏരിയാസിലെ എല്ലാ സ്ഥലങ്ങളിലും നോൺ പൊളിറ്റിക്കൽ അരാഷ്ട്രീയവാദികളുടെ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ രാഷ്ട്രീയം പരമ്പരാഗത രാഷ്ട്രീയ ചിന്താഗതിയോട് വേറിട്ട് നിൽക്കുന്ന ഒരു ചെറിയ പക്ഷം റിട്ടയർഡ് ആയിട്ടുള്ള ചെറിയ പക്ഷം ചെറുപ്പക്കാരുടെ എല്ലാം കൂട്ടായ്മയായിരുന്നു. പക്ഷേ എറണാകുളത്തെ 2020യുടെ പിറവി അങ്ങനെയല്ല. വ്യക്തിപരമായ ഒരുപാട് താല്പര്യങ്ങൾ, കോർപ്പറേറ്റ് വൽക്കരണം എല്ലാം ഉണ്ടായിരുന്നു. അവിടെയും ഒരു മൈനോറിറ്റി പോപ്പുലേഷൻ ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ ശക്തി സ്രോതസ് എന്ന് പറയുന്നത്. ആ മൈനോറിറ്റി പോപ്പുലേഷൻ്റെ ആയി യാതൊരു കൂടിയാലോചനകളും ഇല്ലാതെ കേവലം ബിസിനസ് താല്പര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണ് 2020 NDAയുടെ ഭാഗമായത്. NDAയുടെ ഭാഗമായതോടുകൂടി നമ്മളൊരു വലിയ നീണ്ട ഒഴുക്ക് കുന്നത്തുനാട് അടക്കമുള്ള സ്ഥലം കോൺഗ്രസിലേക്കും CPMലേക്കും പോരുന്ന കാഴ്ച കണ്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ ഉള്ള 2020യുടെ ആശയങ്ങളിൽ നിന്ന് അവർ വ്യതിചലിച്ചത് കൊണ്ട് തന്നെ, അവർ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി മാറിയതും കൈകോർത്തത് കൊണ്ട് തന്നെ ജനങ്ങൾ അവരെ തിരസ്കരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് അതൊരു ഇറ്റ്സ് നോട്ട് എ കോമ്പിനേഷൻ. 2020യുടെയും BJPയുടെയും ശക്തി ഒരുമിച്ച് വരും എന്നുള്ളത്. 2020യുടെ ശക്തി ഓൾറെഡി ക്ഷയിച്ചു കഴിഞ്ഞു. അവരിനി ഒരു ഇമ്പാക്റ്റും ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ അസംബ്ലിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഇത്തവണ യാതൊരു ഇമ്പാക്റ്റും 2020 ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ പല വിജയ സീറ്റുകൾക്കും പരാജയപ്പെടാനുള്ള കാരണം 2020യുടെ CPM ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് തന്നെയായിരുന്നു അക്കാലത്ത് എനിക്ക് പറയാൻ സാധിക്കും. എറണാകുളം ജില്ലയിൽ ഇത്തവണ NDA അക്കൗണ്ട് തുറക്കുമോ? എറണാകുളം ജില്ലയിൽ അവിടെ അക്കൗണ്ട് തുറക്കുന്നു. കേരളത്തിൽ തന്നെ അവർ അക്കൗണ്ട് തുറക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. കേരളത്തിൽ അവർ ഫോക്കസ് ചെയ്യുന്ന 4-5 സീറ്റുകളുണ്ട്. അവിടെയും ഇത്തവണ കേന്ദ്ര സർക്കാരിനെതിരെ കൂടിയിട്ടുള്ളൊരു വികാരവും ഈ LPG ക്രൈസിസ് അടക്കമുള്ള വിഷയങ്ങളും നയതന്ത്രപരമായ അമേരിക്കയുടെ മുമ്പിൽ കീഴടങ്ങിയ വിഷയങ്ങളും എല്ലാം ജനങ്ങൾ രാഷ്ട്രീയമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. വളരെ പ്രൊആക്റ്റീവായി പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ രാഷ്ട്രീയ ബോധമുള്ള കേരളത്തിലെ ജനത BJPയെ തിരഞ്ഞെടുക്കില്ല എന്ന് മാത്രമല്ല, എറണാകുളത്ത് ഒരിക്കലും ഒരു കാരണവശാലും അതുണ്ടാവില്ല. കേന്ദ്ര സർക്കാരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ താങ്കളോട് ചോദിക്കുന്നത് കണ്ടു, എന്താണ് പാർലമെന്റിലോട്ട് വരുന്നില്ലല്ലോ, ഇവിടെ നിൽക്കുകയാണോ, അപ്പോൾ എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയല്ലേ എന്ന് താങ്കൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രധാനമന്ത്രി മോദിയായിട്ടുള്ള താങ്കളുടെ ഒരു ബന്ധം? അല്ല, ഞാനെപ്പോഴും സമരരംഗത്ത് അദ്ദേഹം പാർലമെന്റിൽ വരുമ്പോഴും എല്ലാം നടുത്തളത്തിൽ ഇറങ്ങി ഞങ്ങളുടെ രാഷ്ട്രീയപരമായ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന, ഞങ്ങളെ ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഉന്നയിക്കുന്ന ആളാണ്. ഒരിക്കൽ സമരത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം എനിക്കൊരു ഗ്ലാസ് വെള്ളം നീട്ടി. ഞാൻ ആ വെള്ളം കുടിച്ച് തിരിച്ച് ആ ഗ്ലാസ് അവിടെ വെച്ചു. ഇത്തവണ അദ്ദേഹം ചോദിച്ചത് പാർലമെൻറ്റ് ഇന്നില്ലേ, പാർലമെൻറ്റിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി സസ്പെൻഷനിലാണ്,
താങ്കളുടെ മന്ത്രിസഭ തിരിച്ചെടുത്തിട്ടുള്ള ഗവൺമെൻറ് തിരിച്ചെടുത്തിട്ടില്ല എന്ന് ഹാസ്യാത്മകമായ രീതിയിലാണ് പറഞ്ഞത്. ഒരു പ്രതിപക്ഷത്തെ ഒരു അംഗമെന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് സമരമുഖങ്ങളിലെന്നും ഞാനാണ് ഹിന്ദിയിലെ ഏറ്റവും കൂടുതൽ മുദ്രാവാക്യം പാർലമെൻറ്റിൽ മുഴക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഒരു വ്യക്തിപരമായ അടുപ്പോ ബന്ധമൊന്നുമില്ല. പക്ഷെ പ്രതിപക്ഷ നിരയിലെ ഒരു ചെറുപ്പക്കാരനായ നേതാവ് എന്നുള്ള രീതിയിൽ, ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർലമെൻ്ററി അഫയേഴ്സ് എല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഞങ്ങൾ പല വിഷയങ്ങളും സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്ന പല വിഷയങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഇതെല്ലാം സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ എം പിയാണ്, തുടർച്ചയായി എം പി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത്തവണ പക്ഷേ കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ വലിയൊരു വിഭാഗം തുടക്കത്തിൽ ആവശ്യപ്പെട്ടിരുന്ന കാര്യം അവർക്ക് മത്സരിക്കണമെന്നുള്ള കാര്യം. ഹൈബിയുടെ എം പിക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരണമെന്ന് തോന്നുന്നില്ലേ? അല്ല, കേരള രാഷ്ട്രീയത്തിലൊരു മടങ്ങി വരും എന്നുള്ളതല്ലോ. ഞങ്ങൾ കേരളമല്ലേ ഞങ്ങളുടെ ഏറ്റവും വലിയ ടേഫ് എന്ന് പറയുന്നത്. എറണാകുളവും കേരളവും ഞങ്ങളുടെ ടേഫാണ്. ഞാൻ MLA ആയി 2 പ്രാവശ്യം വിജയിച്ച ആളാണ്. MLA ആയിരിക്കുമ്പോഴാണ് എനിക്ക് പാർലമെൻറ്റിലേക്ക് പോകാനുള്ള ഒരു അവസരം ലഭിച്ചത്. പാർലമെൻറ്റിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന എക്സ്പെക്റ്റേഷൻസ് അതിലും വലുതാണ്. സ്വാഭാവികമായും ഒരു വലിയ ആൻറ്റി ഇൻകംബൻസി ഉള്ളപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നിരന്തരമായി തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റുകളിൽ MP എന്നുള്ള രീതിയിൽ എൻ്റെ ഇടപെടലെല്ലാം കണ്ടിട്ട് തീർച്ചയായിട്ടും ആളുകളും പ്രവർത്തകരും തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അശോക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് സ്ഥാനാർത്ഥികൾ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള നല്ല യങ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള വിമൺ ആയിട്ടുള്ള ലീഡേഴ്സ് ഉള്ള ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ഷോർട്ടേജോ ക്രൈസിസോ ഇല്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം ഇത്തവണ പുതിയ മുഖങ്ങൾ വരണം എന്നാണ്. ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്, ഞങ്ങൾ ഒരുമിച്ച് ഒരേ കാലഘട്ടത്തിൽ KSU പ്രവർത്തനം നടത്തിയ ആളാണ്. മനോജ് മൂത്തേടൻ, എൻ്റെ പേര് പെരുമ്പാവൂർ കേൾക്കുന്നു, അദ്ദേഹവും എൻ്റെ കൂടെ KSU ഭാരവാഹിയായിരുന്ന ആളുകളാണ്. ഞങ്ങൾ പ്രപ്പോസ് ചെയ്തിരുന്ന ഒരുപാട് പുതിയ മുഖങ്ങളുണ്ട്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ഒക്കെ വന്ന ജോസഫ് മാർട്ടിനെ പോലെ, മനോജ് ജേക്കബിനെ പോലെ, ഷാരോൺ പനക്കലിനെ പോലെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ദീപക്കും ടോണി ചമ്മണിയും വീണ്ടും സ്ഥാനാർത്ഥികളായി. അവർക്ക് നിയമസഭയിലേക്ക് വരാൻ മത്സരിച്ചെങ്കിലും അവസരം കിട്ടാത്ത ആൾക്കാരാണ്. അപ്പോൾ ഫ്രഷ് ഫേസസും പുതിയ മുഖങ്ങളും വരട്ടെ എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ എൻ്റെ നയം വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. ഇത്തവണ MPമാർ മത്സരിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല. കേരളത്തിൽ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുമ്പോൾ ഒരിക്കലും MPമാർ വീണ്ടും വന്നു, വീണ്ടും ബൈ ഇലക്ഷൻ ഉണ്ടായി എന്നുള്ളൊരു സാമൂഹ്യ മാധ്യമങ്ങളുടെ ക്യാമ്പയിനും പൊതുസമൂഹം കോൺഗ്രസിനെതിരെ ചിന്തിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് വളരെ കൃത്യമായ എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയത്. നന്ദി ശ്രീ ഹൈബി.